അങ്ങനെ മനുഷ്യന്റെ DNA എന്ന് പറയുന്ന സാധനം, DNA എന്ന് പറയുന്നത് മക്തൂബാത്തുകളാണ്. ഒരു നുത്ഫത്തിൽ കിടക്കുന്ന DNAകളാണ് ആ നുത്ഫ ആരായിത്തീരണം എന്ന് നിയന്ത്രിക്കുന്നത്. ആ നുത്ഫയിൽ കിടക്കുന്ന DNAയിലുണ്ട് പിതാവിൻ്റെ പല്ലിൻ്റെ രൂപം, പിതാവിൻ്റെ മൂക്ക്, കണ്ണ്, മുടിയുടെ ചുരുള് വരെ ആ DNA ഉള്ളിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. ഇത് അഖലില്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് സയന്റിസ്റ്റുകൾ മുട്ടുമടക്കിയിരിക്കുകയാണ്. ദിസ് ഇൻഫർമേഷൻ can come from nothing but from an intelligent source. അത്രക്ക് ബുദ്ധിമാനായ ഒരാൾക്ക് മാത്രമേ ഈ ഇൻഫർമേഷൻ, ഈ കോഡിംഗ് ഈ DNA ഉള്ളിൽ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് മിൻ നുത്ഫത്തിൻ ഫഖദ്ദറഹു. അല്ലാഹു തഖ്ദീർ ചെയ്തത്. ആ വാക്ക് വലിയ അത്ഭുതമുള്ള വാക്കാണ്. എന്താ ഖദ്ദറ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അർത്ഥങ്ങൾ തഫ്സീറിൽ കാണാൻ പറ്റും. അതിൽ മറ്റൊരർത്ഥം ഫഖദ്ദറഹു, കൃത്യമായും അതിസൂക്ഷ്മമായും അള്ളാഹു ഉണ്ടാക്കി വെച്ച ഒരു നുത്ഫയാണ്. അതിൽ നിന്നല്ലേ നിങ്ങൾ ഉണ്ടായത്. അതിലാണ് DNA കിടക്കുന്നത്. DNAയുടെ ചുരുളറിയാത്ത മനുഷ്യൻ ഇന്നും തരിച്ചു പോകുന്ന ഇൻഫർമേഷൻ ബംബാർഡ്മെന്റ്സ്, എങ്ങനെയാണ് അത്രയും വലിയ ഹ്യൂമൻ ഡീറ്റെയിൽസ് അതിൻ്റെ ഉള്ളിൽ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആർക്കും അറിയില്ല. ഇത് മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? കഴിയില്ല. വെറുതെ ഉണ്ടാവോ? അതുമില്ല. അല്ലാഹു തആല പറയാം, ഖുൽ, ഇനി പറഞ്ഞു കൊടുക്കും നബിയെ, ഹുവല്ലദീ അൻശഅകും, ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ ഉണ്മയിലേക്ക്, ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് അവനാണ്, അല്ലാഹുവാണ്. ആദ്യം ചിന്തിക്കാൻ വിട്ടുകൊടുത്തു. നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ? നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ? ആലോചിച്ചോളൂ.